നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗാസ തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ ട്രംപ് പിന്നീട് അത് മാറ്റി പറഞ്ഞു. ഗാസയെ ഉല്ലാസ കേന്ദ്രമാക്കുമെന്നാണ് പിന്നീട് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഈജിപ്ഷ്യൻ അറബ് പദ്ധതികളെ സപ്പോർട്ട് ചെയ്ത് ഗാസ ഏറ്റെടുക്കൽ പരിപാടി തൽക്കാലം ഇല്ല എന്നും ട്രംപ് തന്നെ വ്യക്തമാക്കി. എന്നാൽ ഇപ്പോൾ വീണ്ടും കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ട്രംപ്. പലസ്തീൻകാരെ ആഫ്രിക്കയിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടിച്ചെടുത്ത ശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് കൈമാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. ട്രംപും പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ല എന്നുണ്ടെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന്. ഇപ്പോൾ അതിൻ്റെ ബാക്കി പത്രമെന്ന പോലെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ എന്നിവിടങ്ങളിലേക്ക് പലസ്തീൻകാരെ പുനരധിവസിപ്പിക്കാനാണ് US-ഉം ഇസ്രയേലും ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഈ രാജ്യങ്ങളുമായിട്ട് സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. US നിർദ്ദേശം തള്ളിക്കളഞ്ഞതായാണ് സുഡാനും സൊമാലിലാൻഡ് അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചർച്ച നടന്നതായി സൊമാലിയ സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ സുഡാനും സൊമാലിലാൻഡും ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ ചർച്ചകൾ ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ എന്താണ് ശരിയായ വിവരം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടിനോട് പക്ഷേ US-ഉം ഇസ്രയേലും യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെയൊരു ചർച്ചകൾ നടന്നുവോ അതോ ആ ചർച്ചകൾ നടന്നിട്ടില്ല എന്നോ ഇവരത് നിരാകരിച്ചു എന്നോ തമ്മിലുള്ള യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും US-ന്റെ പക്കൽ നിന്നോ ഇസ്രയേലിന്റെ പക്കൽ നിന്നോ വന്നിട്ടുമില്ല. സൊമാലിയയിൽ നിന്ന് വിഘടിച്ചുപോയ പ്രദേശമാണ് സൊമാലിലാൻഡ്. ദീർഘകാലമായ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ സുഡാനിൽ ആഭ്യന്തര അഭയാർത്ഥികൾ തന്നെ 1.2 കോടിയോളം വരും. ഇവിടേക്കാണ് ഗാസയിൽ നിന്നുള്ള ഹമാസ് ആൾക്കാരെയും അതുപോലെ തന്നെ പലസ്തീൻകാരെയും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പലസ്തീൻകാരെ കുടിയൊഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് കടലോര ഉല്ലാസ കേന്ദ്രമാക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി ഉണ്ടായിരുന്നത്. ഈ മാസം ആദ്യം നടന്ന അറബ് ഉച്ചകോടി പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാതെയുള്ള ഗാസ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. ഗാസ ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഈജിപ്ത് അവതരിപ്പിച്ച ഗാസ പുനർനിർമ്മാണ പദ്ധതി അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചതുമാണ്. $5300 കോടി ഗാസ പുനർനിർമ്മാണ പദ്ധതിയാണ് കെയ്റോയിൽ ചേർന്ന അറബ് അടിയന്തര ഉച്ചകോടി പ്രഖ്യാപിച്ചത്. സ്വതന്ത്ര പലസ്തീൻ മാത്രമാണ് ഗസയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നാണ് അറബ് ഉച്ചകോടി പറഞ്ഞത്. 4.5 വർഷം കൊണ്ടാണ് ഈജിപ്തിന്റെ ഈ പദ്ധതി നടപ്പിലാകുന്നത്. 2 ഘട്ടമായി 4 ലക്ഷം വീടുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. അനാഥരായ 40,000 കുട്ടികൾക്കായി പ്രത്യേക ഫണ്ട് കണ്ടെത്തും എന്നും പറയുന്നു. ഇസ്രയേൽ സേന മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് പക്ഷേ നടന്നു കാണുന്നതിനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും. കാരണം ഇസ്രയേൽ സേന ഒരു കാരണവശാലും പിൻവാങ്ങില്ല എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഗാസയെ ഏറ്റെടുക്കാനും ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുമുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ല എന്ന് അറബ് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയെ പുനർനിർമ്മിക്കാൻ അറബ് ഉച്ചകോടി അംഗീകരിച്ച പ്രമേയങ്ങൾക്ക് സൗദി അറേബ്യയും പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതേസമയം സ്വന്തം മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല എന്നാണ് പലസ്തീനി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഹമാസുകൾ മാത്രമല്ല, അവിടെ സാധാരണ ജനങ്ങളും അവിടെ താമസമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണ് വിട്ട് ഞങ്ങൾ എവിടേക്കും പോകാൻ തയ്യാറല്ല എന്നാണ് പലസ്തീനി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിപ്പാർപ്പിക്കാൻ US-ഉം ഇസ്രയേലും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി അമേരിക്കൻ വംശജനായ ഇസ്രയേൽ പൗരനെ വിട്ടയക്കാൻ ഹമാസ് പക്ഷേ ഇപ്പോൾ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എന്ത് വില കൊടുത്തും അമേരിക്കൻ ബന്ദികളെ വിട്ടയക്കണം എന്നുള്ളത്. അതിൽ പക്ഷേ ഒരാൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. 5 പേരെയാണ് തടവിലാക്കിയിരുന്നത്. ആ ഒരു ആളെ വിട്ടയക്കാൻ ഇപ്പോൾ സമ്മതം പറഞ്ഞിട്ടുണ്ട്. സൈനികനായ ഈഡൻ അലക്സാണ്ടറെയാണ് വിട്ടയക്കുക. ബന്ദികളായിരിക്കെ കൊല്ലപ്പെട്ട ഇരട്ട പൗരത്വമുള്ള 4 പേരുടെ മൃതദേഹങ്ങളും വിട്ടുനൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഖത്തറിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേൽ ഉന്നയിച്ച ആവശ്യം ഹമാസ് അംഗീകരിക്കുകയായിരുന്നു.
എന്നാൽ ബന്ദി കൈമാറ്റം എപ്പോഴാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. 2 ആഴ്ച മുമ്പ് 1-ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം നീണ്ട അനിശ്ചിതത്വമാണ് ഉണ്ടായിരുന്നത്. ഈ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇസ്രയേൽ ഹമാസ് ചർച്ച വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത്. 1-ാം ഘട്ട വെടിനിർത്തൽ നീട്ടാം എന്ന നിലപാടായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഉണ്ടായിരുന്നത്. എന്നാൽ മുൻ തീരുമാനപ്രകാരം 2-ാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ആരംഭിക്കണം എന്ന് ഹമാസ് തീരുമാനം ഉറച്ചു പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും 2-ാം ഘട്ട ചർച്ച ഉണ്ടായത്. ഹമാസിനെ വരുതിക്ക് കൊണ്ടുവരാൻ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. വൈദ്യുതി വിച്ഛേദിച്ചും മുനമ്പിനെ വീണ്ടും ഭക്ഷ്യ കുടിവെള്ള ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ. 13 ദിവസമായി ഇവിടേക്ക് അവശ്യ സാധനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഗാസയിൽ പട്ടിണി അതിരൂക്ഷമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭക്ഷണമോ വെള്ളമോ ഇവിടേക്ക് എത്തുന്നില്ല. ഈ രീതിയിൽ തന്നെ തുടർന്നിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും എത്താത്ത ഗാസ 13 ദിവസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രയേൽ തടഞ്ഞതോടെ ശരിക്കും ഗസയിലെ പലസ്തീനികൾ ഇപ്പോൾ അനുഭവിക്കുന്നത് നരകയാതന തന്നെയാണ്. ഗസയ്ക്കെതിരെ സമ്പൂർണ്ണ ഉപരോധം തന്നെയാണ് ഇസ്രയേൽ നടപ്പിലാക്കുന്നത്. ഗസയിലെ സമാധാനം സംബന്ധിച്ച് ഖത്തറിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇങ്ങനെ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബന്ദിമോചനം സമ്മതിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നയിച്ചത് പക്ഷേ ഗാസ മുനമ്പിൽ ഇപ്പോൾ ഇസ്രയേൽ നടപ്പാക്കിയിട്ടുള്ള സമ്പൂർണ്ണ ഉപരോധം തന്നെയാണ്. 60 ദിവസത്തെ വെടിനിർത്തലിനും ജീവനോടെ ശേഷിക്കുന്ന 10 ബന്ദികളുടെ മോചനത്തിനുമുള്ള ചർച്ചകളാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഇനി അവിടെ ബാക്കിയുള്ള ബന്ദികൾ വളരെ കുറവാണ്. അപ്പോൾ ഇനിയുള്ള ജീവനോടെ ശേഷിക്കുന്ന 10 ബന്ദികളുടെ മോചനമാണ് ഇനി ഉണ്ടാകുക എന്ന് പറയുന്നു. പക്ഷേ മുഴുവൻ ബന്ദികളെയും പുറത്താക്കുന്നതുവരെ ഇസ്രയേൽ അടങ്ങി ഇരിക്കില്ല, അല്ലെങ്കിൽ ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനികളെക്കുള്ള ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ബന്ദികളും തിരിച്ചു വരേണ്ടതുണ്ട്. ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ ഇതിനായാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങളാണ് ഇരുകൂട്ടരും ചർച്ച ചെയ്യുന്നത്. ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗാസ സിറ്റിയിലും ബേത്ലാഹിയയിലുമായി 2 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കടന്നാക്രമണത്തിനിടെ സ്ത്രീകൾക്കുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നൊന്നായി നശിപ്പിച്ച ഇസ്രയേൽ ലൈംഗിക അതിക്രമങ്ങളെ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചു എന്ന UN റിപ്പോർട്ടും പുറത്തുവരുന്നു. ഇത് വളരെ ഗുരുതരമായ ആരോപണമായി തന്നെ ഇസ്രയേലിനെതിരെയുള്ള ഗുരുതരമായ ആരോപണമായി തന്നെ വന്നേക്കും. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. 2-ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിക്കുന്നതിന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ശ്രമം തുടരുകയാണ്. മാർച്ച് 2-ാം തീയതി മുതൽ ഗസയിലേക്കുള്ള സഹായ വിതരണം തടഞ്ഞ ഇസ്രയേൽ നടപടി പിൻവലിപ്പിക്കാനും രാജ്യാന്തരമായ സമ്മർദ്ദമാണ് ശക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടെ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും വലിയ വിഷയമായി തന്നെയാണ് ഖത്തറിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായി വരുന്ന മുഴുവൻ ട്രക്കുകളും ഈജിപ്ത് അതിർത്തിയിൽ തടഞ്ഞുള്ള ഇസ്രയേൽ ഉപരോധം 2 ആഴ്ച പിന്നിടുകയാണ്. ഈ ഉപരോധം ഗാസ നിവാസികളെ കടുത്ത പ്രതിസന്ധിയിൽ തന്നെ ആക്കിയിട്ടുമുണ്ട്. ട്രക്കുകളുടെ നീണ്ട നിരയാണ് അതിർത്തിയിൽ ഇപ്പോൾ കാത്തുകെട്ടിക്കിടക്കുന്നത്. ഈ ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കളും വെള്ളം തുടങ്ങിയ അവശ്യവസ്തുക്കളും എല്ലാം തന്നെയുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഗാസയിലേക്ക് എത്തുന്നില്ല. റഫ, കരീം, അബുസാലിം അതിർത്തികളിലൂടെ എത്തിയിരുന്ന സഹായ വസ്തുക്കളെല്ലാം തന്നെ ഗസക്കാർ അതിജീവനത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തന്നെയാണ് ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഈ വഴിയെല്ലാം അടച്ചതോടെ ഭക്ഷണം, മരുന്ന്, വെള്ളം എന്നിവയ്ക്ക് കടുത്ത ക്ഷാമം നേരിടുന്നു. 80% പേർ ഭക്ഷണത്തിനും 90% പേർ വെള്ളത്തിനും ക്ഷാമം നേരിടുന്നുണ്ട്. കരുതൽ ശേഖരം ഉപയോഗിച്ച് പരിമിത തോതിൽ പ്രവർത്തിക്കുന്ന പൊതുഭക്ഷണ വിതരണ കേന്ദ്രം ദിവസങ്ങൾക്കകം പൂട്ടേണ്ടി വരുമെന്നാണ് അറിവ്. ഇതോടുകൂടി മുഴുവനായും സമ്പൂർണമായും ഭക്ഷ്യ വസ്തുക്കളുടെ ഇല്ലായ്മ ഗസക്കാർ അനുഭവിക്കേണ്ടി വരും. ഗാസയ്ക്ക് സഹായം തടഞ്ഞാൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് യമനിലെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതേസമയം ഗസയിലെ ബൈത്ലാഹിയിൽ 2 കുട്ടികളെ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷിതമാക്കിയിട്ടുമുണ്ട്. അഭയാർത്ഥിത്വം, സൈനിക നീക്കം, മറ്റു നിയന്ത്രണങ്ങൾ എന്നിവ കാരണം അധിനിവേശ വെസ്റ്റ് ബാങ്കിലും പട്ടിണി വർദ്ധിക്കുന്നുണ്ട്. ഇസ്രയേലി അനധികൃത കുടിയേറ്റക്കാർ ഒരു പലസ്തീൻ ഗ്രാമത്തിൽ കൂടി ആക്രമണം നടത്തിയിട്ടുണ്ട്. വീടുകൾ കത്തിച്ചു. നബ്ലൂസിലെ ഖിർബത്ത് അൽമറാജിം ഗ്രാമത്തിലാണ് അതിക്രമം നടത്തിയത്. ഇതേസമയം ഗാസ യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തിയെന്നും പറയുന്നു. ഇസ്രയേൽ നടത്തിയെന്ന് UN മനുഷ്യാവകാശ കൗൺസിലാണ് അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്.
ആരോപണങ്ങളെല്ലാം തന്നെ പക്ഷേ ഇസ്രയേൽ നിഷേധിച്ചിരിക്കുകയാണ്. ഗസയിലെ വ്യാപകമായ നാശം പരിശോധിച്ച UN സംഘം ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ഇസ്രയേൽ മാരകശേഷിയുള്ള ബോംബാക്രമണങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും വിവരണാതീതമായ ക്രൂരതകൾ നേരിട്ടതായും UN റിപ്പോർട്ട് പറയുന്നു. തടവുകാർ ബലാത്സംഗത്തിന് ഇരകളായിട്ടുണ്ട്. UNHCR മുൻ മേധാവിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ ഇസ്രയേലിനെതിരായ തെളിവായി ഈ റിപ്പോർട്ട് ഉപയോഗിച്ചേക്കും എന്നാണ് പറയുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.